എൻ്റെ ബേക്കിംഗ് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തതിനേക്ക് 2 വർഷമാകാൻ പോവാണ്. അപ്പം നമ്മൾ എല്ലാ ബേക്കേഴ്സിൻ്റെയും ഒരു ആഗ്രഹമാണ് നമുക്കൊരു സ്വന്തമായിട്ടൊരു ഓവൻ വേണം എന്നുള്ളത്. അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിക്കാൻ പോവാണ്. നമ്മളിത് ഒരു ഓവൻ വാങ്ങിക്കാൻ പോവാണ്. കണ്ണൂരിലുള്ള നിക്ഷൻ ഇലക്ട്രോണിക്സിലാണ് പോകുന്നത്. അപ്പോൾ ഓവൻ്റെ ഒന്നും ABCD അറിയില്ല, എന്നാലും ഓവൻ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. പിന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക, ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ടൈമറാണ് ബേസിക്കലി ഓണും ഓഫും. ടൈം ഓൺ ചെയ്താലേ മെഷീൻ ഓൺ ആവുള്ളൂ. ഓട്ടോമാറ്റിക്കലി റൗണ്ടിലേക്ക് പോകും. നമുക്ക് എത്ര ടൈം ആണെങ്കിലും വെക്കാം. ഈ ഒരു ഓവൻ്റെ റേറ്റ് വന്നിട്ട് 13,500 എടുത്തത്. അത് കൂടാതെ തന്നെ എൻ്റെ ആനിവേഴ്സറി ആണ്, അതുകൊണ്ട് ഹസ്ബൻഡ് എനിക്കൊരു ലാപ്ടോപ്പും കൂടെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്പിൻ്റെ ഒന്നും ABCD എനിക്കറിയില്ല, എന്നാലും നമ്മൾ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ലാപ്ടോപ്പ് വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലാപ്ടോപ്പും വാങ്ങിച്ചു തന്നു. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ലാപ്പ്. ഒരു 30,000 ആയിന്. ഈ ഓവനും പാക്ക് ചെയ്തു. ഈ ഒരു ലാപ്ടോപ്പും ഞാൻ എൻ്റെ സ്വന്തമാക്കി. അങ്ങനെ അവർ തന്നെ അത് എടുത്തു. നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. നല്ലൊരു ഇതായിരുന്നു നിക്ഷൻ ഇലക്ട്രോണിക്സ് എന്ന്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലെത്തി. മോനറിയാതെ ആണ് നമ്മൾ ഇതൊക്കെ വാങ്ങിക്കാൻ പോയത്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവൻ അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഓവൻ വാങ്ങിച്ചു എന്നുള്ള കാര്യം. അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റ് വെക്കുകയാണ്. ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാനൊരു കേക്ക് ആദ്യമായിട്ട് ഓവനിൽ ബേക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ബാറ്റർ റെഡിയാക്കി 2 പാത്രത്തിലാക്കിയിട്ടാണ് ഒന്ന് ബേക്ക് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ എനിക്ക് ടൈമൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട അറിയാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ 20 മിനിറ്റ്സാണ് 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ഫസ്റ്റ് തന്നെ ബേക്ക് ചെയ്ത് നോക്കി. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഓഫായതിന് ശേഷം ഞാനൊന്ന് ടൂത്ത് പിക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ആയിട്ടില്ലായിരുന്നു. ഒരു 5 മിനിറ്റ്സിൻ്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ടൈം അഡ്ജസ്റ്റ് ചെയ്തു. 5 വെക്കാതെ ഞാനൊരു 10 മിനിറ്റ്സ് വെച്ച് പോയി. ഫസ്റ്റ് ടൈമാണല്ലോ, അറിയാത്തത് കൊണ്ട് 10 മിനിറ്റ്സ് വെച്ച് പോയി. നോക്കുമ്പോൾ അത് 10 മിനിറ്റ്സിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഒരു 25 മിനിറ്റ്സ് മതിയായിരുന്നു. അങ്ങനെ 5 മിനിറ്റ്സും കൂടെ കൂടുതൽ എടുത്തത് കൊണ്ട് എൻ്റെ കുറച്ച് ഭാഗം അതിൽ കരിഞ്ഞു പോയി. അടിഭാഗം സൈഡ് ഭാഗമൊക്കെ കരിഞ്ഞു പോയി. അപ്പോൾ നമുക്കൊരു ഫോൾട്ട് പറ്റുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് എത്ര ടൈമിലാണ് കറക്റ്റ് പെർഫെക്റ്റായിട്ട് ഓവനിൽ ബേക്ക് ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ കറക്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞത് 1/2 kg കേക്കിന് 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് ആണ്. അങ്ങനെ ഇത് എൻ്റെ കുറച്ച് കരിഞ്ഞ പാർട്ടെല്ലാം ഞാൻ മുറിച്ച് കളഞ്ഞ് ഇത്രയൊരു ഭാഗം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു.